വളരെ ഗൗരവപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി എന്നതാണ് ആ ചോദ്യത്തിൻ്റെ ആമുഖം. അവൻ ഒരു കോളേജിൽ പഠിക്കുന്നു. അവനൊരു പ്രണയമുണ്ട്. അവൻ്റെ പ്രണയിനിയുമായി അവൻ 4-ലധികം തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അവർക്ക് പിരിയാൻ വയ്യ, പക്ഷേ വീട്ടിൽ അറിയിക്കാനും വയ്യ. എന്തു ചെയ്യണം? അവൻ കുറ്റബോധത്തോടെ പലപ്പോഴും സംസാരിക്കാറുണ്ട് എന്ന്. ലൈംഗിക ജീവിതത്തിൽ, രഹസ്യ ജീവിതത്തിൽ വരുന്ന അധാർമികതകളെ സൂചിപ്പിക്കുന്നതാണ് ഈ ചോദ്യങ്ങളെല്ലാം. അതിൻ്റെ മറുപടി നമുക്ക് കേൾക്കാം. ഈ പ്രേമത്തിൽ പെട്ടുപോയി, പ്രേമത്തിൽ പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ബന്ധങ്ങളുണ്ടായി, കുറ്റബോധമുണ്ട്, പുറത്ത് വരാൻ പറ്റണില്ല. അതന്നെയാണ് പ്രേമത്തിൻ്റെ പ്രശ്നം. അതിൻ്റെ ഉള്ളിൽ പോകാൻ നല്ല സുഖമാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പിന്നെ കഴിയൂല. നമ്മൾ എലിക്കണി എന്ന് പറയില്ലേ, അതിന് അങ്ങോട്ട് മാത്രമേ വാതിലുള്ളൂ, പിന്നെ പുറത്തേക്ക് വാതിലില്ല. അതിന് ആണ് പ്രശ്നം. അപ്പോൾ അത് ഒരു ട്രാപ്പാണ്. ആ ട്രാപ്പിൽ നമ്മൾ പെട്ടുപോയാൽ അതിൽ നിന്ന് പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് പലപ്പോഴും വളരെ ശ്രമകരമായിരിക്കും. കാരണം നമ്മുടെ ശരീരം അങ്ങനെയാണ് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. നമ്മുടെ നമ്മളുടെ തലച്ചോറിലുള്ള ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. ഇത് 2 ന്യൂറോണുകൾക്കിടയിലുള്ള സിനാപ്സ് വഴി ആ 2 ന്യൂറോണുകൾ തമ്മിലുള്ള സംവേദനം സാധ്യമാക്കുന്ന ഒരു കെമിക്കലിനാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയാം. ഡോപ്പമിൻ എന്ന് പറയുന്നത് ഒരു പെരിഫറൽ ഹോർമോണാണ്, അതോടൊപ്പം ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ കൂടിയാണ്. നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ അത്തരം കാര്യങ്ങളിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കാൻ നമ്മളെ ശരീരം നമ്മളെ തന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഡോപ്പമിനെ കുറിച്ച് ലോകത്ത് നടന്ന വലിയ ഗവേഷണങ്ങളിലൊന്ന് സ്കിന്നർ ബോക്സ് എന്ന് പറയുന്ന മൃഗങ്ങളെ പരീക്ഷണത്തിന് വേണ്ടി പെട്ടിയിലടക്കുന്ന ബോക്സിനാണ് സ്കിന്നർ ബോക്സ് എന്ന് പറയാം ശാസ്ത്ര ലോകത്ത്. എലികളെ ഒരു സ്കിന്നർ ബോക്സിൽ അടച്ചു. എന്നിട്ട് ആ എലികൾ അടച്ച കൂടിൻ്റെ ഒരു വശത്ത് ഷോക്ക് ഉണ്ടാക്കി. ആ കൂടിൻ്റെ ഒരു കോർണറിൽ ഇലക്ട്രിക് ഷോക്ക് കൊടുത്തു. എന്നിട്ട് ഇലക്ട്രിക് ഷോക്ക് കൊടുത്തിട്ട് ഈ എലികളുടെ തലച്ചോറിൽ ഇലക്ട്രോഡ് ഇൻസേർട്ട് ചെയ്തു. ഡോപ്പമിൻ റിലീസ് സംഭവിക്കുന്ന, ഡോപ്പമിൻ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യപ്പെടുന്ന ഡോപ്പമിൻ്റെ പാത്ത് വേയിൽ ഇലക്ട്രോഡുകൾ ഫിറ്റ് ചെയ്തുകൊണ്ട് എലികൾ ആ കൂട്ടിലടച്ചു. ശാസ്ത്രജ്ഞന്മാർ നിരീക്ഷിച്ച വളരെ അത്ഭുതകരമായ കാര്യം, ആ എലികൾ ഷോക്ക് അടിക്കുന്ന കോർണർക്ക് പിന്നെയും പോയി എന്നാണ്. കാരണം ഈ സ്കിന്നർ ബോക്സിന്റെ ഷോക്ക് അടിക്കുന്ന കോർണറിൽ എലി എത്തിയാൽ അവിടെ ആ ഇലക്ട്രോഡിന് ഇലക്ട്രിക് ഷോക്ക് വരും. ആ ഇലക്ട്രിക് ഷോക്ക് വന്നാൽ ഡോപ്പമിൻ റിലീസ് ഉണ്ടാകും. ആ ഡോപ്പമിൻ റിലീസിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, അത് കൊടുക്കുന്ന ഒരു എനർജി ഉണ്ട്, അത് കൊടുക്കുന്ന ഒരു ആവേശമുണ്ട്. ആ ആവേശം കിട്ടാൻ വേണ്ടി പിന്നെയും കറണ്ട് അടിക്കാൻ വേണ്ടി എലികൾ ആ ബോക്സിന്റെ മൂലയ്ക്ക് തന്നെ പോവാണ്. സാധാരണ നിലയ്ക്ക് ഒരു മൃഗം കറണ്ട് അടിക്കുന്ന കണ്ടാൽ അവിടുന്ന് ഓടുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇലക്ട്രിക് ഷോക്ക് വഴി ഡോപ്പമിൻ റിലീസ് ഉണ്ടാകുന്നു എന്ന് മനസ്സിലായപ്പോൾ എലികൾ പിന്നെയും സ്കിന്നർ ബോക്സിന്റെ ആ മൂലയിൽ തന്നെ തിക്കി തിരക്കി മണിക്കൂറിൽ പലതവണ ഷോക്ക് അടിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് സംഭവം. നമ്മൾ പ്രണയം എന്ന് പറയുന്നത്, ആ പ്രണയാവസ്ഥയിൽ നമ്മൾക്കുണ്ടാകുന്ന ഡോപ്പമിൻ റിലീസിനെ കുറിച്ച്, ന്യൂറോ ട്രാൻസ്മിറ്ററിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ശരീരം രസതന്ത്രപരമായി തന്നെ അതിനു വേണ്ടി സംവിധാനിക്കപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ നിന്ന് പുറത്തു കിടക്കാൻ നല്ല പ്രയാസം ഉണ്ടാകും. കാരണം നമ്മൾ ഓരോ തവണ സംസാരിക്കും തോറും നമ്മളുടെ ഈ ആവേശം കൂടും. നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതിനനുസരിച്ച് നമ്മൾക്ക് ബന്ധം കൂടും, അടുപ്പം കൂടും, ആഗ്രഹം കൂടും. നമ്മൾ ഓരോ തവണ കാണുമ്പോഴും, കൈ കൊടുക്കുമ്പോഴും, യാത്ര പോകുമ്പോഴും ഓരോ സമയത്ത് ഇത് കൂടുകയാണ്, ഒരിക്കലും കുറയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ പെടാതിരിക്കാനാണ് ഇസ്ലാം വളരെ ശക്തമായി നമ്മൾ ഉത്ബോധിപ്പിക്കുന്നത്. പെട്ടുപോയാൽ നമ്മൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം കമ്മ്യൂണിക്കേഷൻസ് ബ്രേക്ക് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും പ്രണയത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മടങ്ങാനുള്ള മാർഗം അവളെ കാണാതിരിക്കുക, വിളിക്കാതിരിക്കുക, ടെക്സ്റ്റ് അയക്കാതിരിക്കുക, വാട്സാപ്പ് ബ്ലോക്ക് ചെയ്യുക, അവളുമായി ഏതെങ്കിലും അർത്ഥത്തിൽ ഇടപഴകാനുള്ള അവസരങ്ങൾ മുഴുവൻ ഇല്ലാതാക്കി അതിൽ നിന്ന് ബോധപൂർവം മാറി നിൽക്കുക. കമ്മ്യൂണിക്കേഷൻ നടക്കുന്നിടത്തോളം കാലം പ്രണയം കൂടുതൽ ശക്തമാവുകയേ ചെയ്യൂ. അതുകൊണ്ട് തന്നെ പ്രണയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാക്കി സ്വയം ഐസൊലേറ്റ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെ ഒന്നും ഒരു നിലക്കും കഴിയൂല. നമ്മൾ ഹറാം ഇങ്ങനെ വർദ്ധിച്ചു വരിക മാത്രമേ ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ രക്ഷിതാക്കൾ ഇടപെട്ടിട്ട് കല്യാണം നടത്തൽ മാത്രമേ രക്ഷ ഉണ്ടാവുള്ളൂ. ആ കല്യാണം നടത്തുമെന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾക്ക് പറ്റിയ കുട്ടി ആയിക്കൊള്ളണമെന്നില്ല. ഇത് നമ്മൾ പ്രണയത്തിൻ്റെ ഒരു അന്ധതയിൽ അവൾ നല്ല കുട്ടിയാണെന്ന് വിചാരിച്ചതായിരിക്കും, അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ അത് യാതൊരു നിർവാഹവും ഇല്ലെങ്കിൽ, ഈ അപകടാവസ്ഥയിൽ നിന്ന് നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് രക്ഷപ്പെടാൻ പറ്റൂലെങ്കിൽ, ഹറാമുകൾ തുടർന്നു പോകാതിരിക്കാൻ ചിലപ്പോൾ അത് മാത്രം മാർഗം ഉണ്ടാവുള്ളൂ. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനുള്ള ശ്രദ്ധയും കരുതലും നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ഒറ്റ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നമ്മൾ പലപ്പോഴും കേട്ടതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഒരിക്കൽ പള്ളിയിൽ ഇത്തികാഫ് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ സഫിയ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി ചെല്ലുന്നു. സഫിയ റളിയല്ലാഹു അൻഹ മടങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ യാത്ര അയക്കാൻ വേണ്ടി സഫിയ റളിയല്ലാഹു അൻഹയുടെ കൂടെ ഇങ്ങനെ നടന്നു വരുന്നു. ഇത് ഇങ്ങനെ കുറച്ചൊരു ഇരുട്ടിലാണ്, ചില സഹാബിമാർ ഇത് കാണുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞ കാര്യം നമ്മൾക്കറിയാം. നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ, ഇതെൻ്റെ ഭാര്യ സഫിയയാണ്, വേറെ ആരുമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സഹാബിമാർ പറയുന്നുണ്ട്, അല്ലാഹ് ഞങ്ങളതിന് വേറൊന്നും വിചാരിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഞങ്ങളോട് പറയുന്നത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്കറിയാം, തെറ്റിദ്ധാരണ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്, പിശാച് സ്വാധീനിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഒരു അന്യ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കാണപ്പെടുക എന്ന് പറയുന്നത് ഇസ്ലാമിക സംസ്കൃതിയെ സംബന്ധിച്ചിടത്തോളം അചിന്ത്യമായിരുന്നു. ഒരു അന്യ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ട രീതിയിൽ കാണപ്പെടുക എന്നത് ഇസ്ലാമിക സംസ്കൃതിയെ സംബന്ധിച്ചിടത്തോളം അചിന്ത്യമായിരുന്നു. അതൊരു മഹാപാതകമായിട്ടാണ് ഇസ്ലാമിക പാരമ്പര്യം പരിഗണിച്ചിരുന്നത് എന്നുള്ള കാര്യം ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. നമ്മുടെ കാലത്ത് ഇങ്ങനത്തെ ഒറ്റപ്പെടാനുള്ള സാഹചര്യങ്ങൾ നൂറുകണക്കിനാണ്. ഇത് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് നിൽക്കേണ്ട കാര്യം പോലും ഇല്ല. നമ്മൾക്ക് ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ട് മൊബൈൽ ഫോൺ വഴി നമ്മൾക്ക് ഒറ്റക്കാകാൻ കഴിയും. ചുറ്റും കുറേ ആളൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾക്ക് മാത്രം ഇപ്പോൾ ടെക്സ്റ്റ് അയച്ചിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് വേറെ ആരും അറിയാതെ ഒരു പെൺകുട്ടിയുടെ കൂടെ നമ്മൾക്ക് ഒറ്റക്കാകാൻ കഴിയും. ശാരീരികമായ സാമീപ്യം ഇല്ലെങ്കിൽ പോലും കഴിയും. ഇതിനെ ഇസ്ലാം വലിയ പാപമായിട്ടാണ് കാണുന്നത്. അത്തരം അവസ്ഥകളാണ് പലപ്പോഴും പ്രണയത്തിൻ്റെ ചുഴികളിൽ നമ്മൾ അകപ്പെടുത്തുന്നത്. അതുകൊണ്ട് വളരെ ബോധപൂർവം നമ്മളിവിടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ സ്ത്രീകളുമായി അല്ലെങ്കിൽ പുരുഷന്മാരുമായുള്ള ഇടകലരലുകളിൽ മതം നിശ്ചയിച്ച അതിർത്തികൾ മുഴുവൻ പാലിക്കുവാൻ നമ്മൾ ബോധപൂർവം ശ്രമിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അത് നമ്മളെ തന്നെ തകർക്കുന്നതിന് തുല്യമായിരിക്കും. Introducing NISF, a privacy-focused Islamic matchmaking app that follows the Sunnah. Find a pious spouse the Sunnah way. Download NISF now.